ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ബൈ റേഹു. വല്യേട്ടൻ എവിടെയില്ലേ? അഞ്ജലി ചോദിച്ചത് കേട്ട് അനിത പറഞ്ഞതും എല്ലാവരും സംശയത്തോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും രണ്ട് വാഹനങ്ങൾ അഞ്ജലിയുടെ വീടിന് മുന്നിലേക്ക് വന്നു നിന്നു. അത് കണ്ട് അവർ നോക്കിയതും മുന്നിലെ വന്ന കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഗിരി ഇറങ്ങി വന്നു. ഗിരിയെ കണ്ടതും അഞ്ജലി ഓടിച്ചെന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അത് കാണാൻ ഗിരിയുടെ മുഖത്തും പരിഭ്രമം നിറഞ്ഞു. എന്താ അഞ്ജു, എന്തു പറ്റി? അവൻ വേവലാതിയോടെ ചോദിച്ചു. ഏട്ടൻ എവിടെ പോയതായിരുന്നു ഇതുവരെ? ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയുമോ? അവൾ കരച്ചിലോടെ തന്നെ പറഞ്ഞു. എടി, അത് ഫോൺ സൈലന്റ് ആയി പോയി, ഞാൻ അറിഞ്ഞില്ല. പിന്നെയാ നിന്റെ കോള് കണ്ടത്. അത് കണ്ട് നിന്നെ തിരിച്ചു വിളിച്ചിട്ടാണെങ്കിൽ നീയും എടുത്തില്ല. ഗിരി പറഞ്ഞു നിർത്തിയതേ എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം പറഞ്ഞു. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇതുവരെ റെഡിയായില്ലേ? ഗിരി അഞ്ജലിയെ അമ്മയെ നോക്കി ചോദിച്ചു. അത് നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇവൾ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു, അതുകൊണ്ട് ഒരുങ്ങാനൊന്നും പറ്റിയില്ല. ഒരു 5 മിനിറ്റ് മോനെ. അതും പറഞ്ഞ അമ്മ അഞ്ജലിയെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് പോയി. എല്ലാവരും തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നത് കണ്ടതും അഞ്ജലിക്ക് ചമ്മൽ തോന്നി. അവൾ ഗിരിയുടെ മാറിലേക്ക് മുഖം ഒളിപ്പിച്ചു. അതെ, ഇങ്ങനെ നിന്നാൽ കാര്യമൊന്നും നടക്കില്ല. മോള് പോയി വേഗം റെഡിയാവ്. ഗിരി പറഞ്ഞപ്പോൾ അഞ്ജലി സംശയത്തോടെ ഗിരിയെ നോക്കി. എവിടേക്ക് പോവാൻ? അതൊക്കെ സർപ്രൈസ്. അവിടെ ചെന്ന ശേഷം നീ അറിഞ്ഞാൽ മതി. വേഗം പോയി ഡ്രസ് മാറ്റി വാ, സമയം പോകുന്നു. ഗിരി ഇതും പറഞ്ഞ അഞ്ജലിയും കൂട്ടി വീടിനുള്ളിലേക്ക് കയറി. എന്താ അളിയാ ആ സർപ്രൈസ്? സർപ്രൈസ് പറഞ്ഞാ പിന്നെ എന്താ അതിലൊരു ത്രിൽ? തൽക്കാലം നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ അഞ്ജലിയെ അമ്മയും കൂട്ടി വന്നോളാം. ചേച്ചി അളിയനും പുറകിലെ വണ്ടിയിൽ കയറിക്കോ. അനിതയും അളിയനും ആ വണ്ടിയുടെ പുറകെ പോയാൽ മതി. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറി വേഗം എത്തിയേക്കാം. അതും പറഞ്ഞ് ഗിരി രണ്ട് വീട്ടുകാരെയും പറഞ്ഞു വിട്ടു. അല്പസമയം കഴിഞ്ഞതും അഞ്ജലി കുളിച്ച് തലേ ദിവസം ഗിരി കൊടുത്ത പച്ച കളർ സാരിയും കൊടുത്ത് ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഗിരിയും അവന്റെ ഡ്രസ്സ് മാറി അഞ്ജലിയുടെ സാരിയുടെ അതേ കളർ ഷർട്ടും ഒരു മുണ്ടുമെടുത്ത് മുറിയിൽ നിൽപ്പുണ്ടായിരുന്നു. അഞ്ജലിയെ താൻ മേടിച്ചു കൊടുത്ത സാരിയിൽ കണ്ടതും ഗിരി അവളെ വലിച്ചു തന്റെ ദേഹത്തേക്ക് ഇട്ടു. ശേഷം അവളുടെ മുഖത്തേക്ക് വീണു കിടക്കുന്ന മുടിയിഴകൾ അവൻ ഒരു വിരലാലെ മാറ്റി അവളുടെ നെറ്റിയിലായി ഒരു ഉമ്മ കൊടുത്തു. എന്നെ കാണാതായപ്പോൾ പേടിച്ചു പോയോ? അവൻ അരുമയോടെ ചോദിച്ചതും അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. സോറി, നിന്നെ പേടിപ്പിക്കണമെന്ന് കരുതിയതല്ല. പക്ഷെ പെട്ടെന്നൊരു ആവശ്യം വന്നപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു. നീ ആണെങ്കിൽ നല്ല ഉറക്കവും, വെറുതെ നിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് മാത്രമേ ഞാനപ്പോൾ കരുതിയുള്ളൂ. അഞ്ജലിയുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗിരി പറഞ്ഞു. ഇന്നലെ ഏട്ടൻ പറഞ്ഞ വാക്കുകളും രാവിലെ ഏട്ടനെ കാണാതായതും കൂട്ടത്തിൽ അവരെല്ലാം പെട്ടെന്ന് വീട്ടിലേക്ക് വന്നതും എല്ലാം കൂടിയായപ്പോൾ എനിക്ക് അവരെ എല്ലാം വിളിച്ചതും അത് നിന്നോട് പറഞ്ഞതും എല്ലാം നിനക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയായിരുന്നു. പക്ഷെ എന്റെ പെണ്ണ് ഇത്രയും തൊട്ടാവാടിയാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ പെണ്ണെ. ഗിരി ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞതും അഞ്ജലിയുടെ ചുണ്ടിലും ചെറിയൊരു ചിരി വിരിഞ്ഞു. ഗിരിയേട്ടന്റെ കാര്യം വരുമ്പോൾ ഞാൻ തൊട്ടാവാടിയായി പോകുമേട്ടാ. ഗിരിയുടെ നെഞ്ചിൽ തല ചായച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അതെ, ഇങ്ങനെ നിന്നാൽ മതിയോ, പോകണ്ടേ? ഗിരി ചോദിച്ചതും അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കിയ ശേഷം അവന്റെ കൈയും പിടിച്ച് അവൾ പുറത്തേക്ക് വന്നു. ഈ കാർ ആരുടെയാ? മുറ്റത്തിൽ കിടക്കുന്ന കാർ കണ്ട് അവൾ സംശയത്തോടെ ചോദിച്ചു. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇത്രയും നല്ല കാർ ആർക്കാ ഇഷ്ടപ്പെടാത്തെ? എന്നാ കാറിന്റെ ചന്തം നോക്കി നിൽക്കാതെ കയറാൻ നോക്ക്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഗിരി ഇതും പറഞ്ഞ് അഞ്ജലിക്കായി മുന്നിലെ ഡോർ തുറന്നു കൊടുത്തതും അഞ്ജലി കയറിയിരുന്നു. അപ്പോഴേക്കും അമ്മ വീട് പൂട്ടി ഇറങ്ങി വന്നിരുന്നു. അമ്മയും കാറിൽ കയറിയതും ഗിരി കാർ മുന്നോട്ടെടുത്തു. ഗിരിയുടെ കാർ ചെന്ന് നിന്നത് പുതുതായി പണി കഴിഞ്ഞ ഒരു ഇരുനില വീടിന് മുന്നിലായിരുന്നു. അവർ ചെല്ലുമ്പോൾ അവിടേക്ക് ക്ഷണിക്കപ്പെട്ടവർ വന്നെത്തുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അഞ്ജലി കാറിൽ നിന്നിറങ്ങിയതും വീട് ആകമാനം ഒന്ന് നോക്കി. അതിവിശാലമായ ഒരു ഇരുനില വീട് തന്നെയായിരുന്നു അത്. തൂവള്ള നിറത്തിൽ പെയിന്റ് അടിച്ച വീട്. ചുറ്റും ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അത്യാവശ്യം വലിയൊരു മുറ്റം. അതിൽ വാഹനം കയറുന്ന വഴി മുഴുവൻ ഇന്റർലോക്ക് ചെയ്തിരിക്കുന്നു. അതിനു ചുറ്റും പച്ച പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഒട്ടുനടുക്കായി ഒരു കിണർ. ഒരു പൂക്കട വെച്ചേക്കുന്ന പോലെ കിണറിന് ചുറ്റുമതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാൽ മതിയോ, അകത്തേക്ക് കയറണ്ടേ? ഗിരി വന്ന് വിളിച്ചപ്പോഴാണ് അവൾ അവനെ നോക്കുന്നത്. ശേഷം അവൾ ഗിരിയുടെ കൈയും പിടിച്ചു നടന്നു. വീടിനുള്ളിലേക്ക് കയറാൻ വന്നതും ഒരാൾ വന്ന് അവരെ തടഞ്ഞു. അത് കണ്ട് അഞ്ജലി നോക്കിയതും അഞ്ജലിയുടെ അമ്മ 7 തിരിയിട്ട നിലവിളക്ക് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. വലതുകാൽ വെച്ച് കയറും മോളെ. അഞ്ജലിയുടെ അമ്മ അവളോട് പറഞ്ഞതും അവൾ സംശയത്തോടെ ഗിരിയെ നോക്കി. നമ്മുടെ പുതിയ വീടാണ്, ഇതാണ് നിനക്കുള്ള എന്റെ സർപ്രൈസ്. ഗിരി പറഞ്ഞതും ഗിരിയാലെ അവനെ ഒന്ന് നോക്കിയ ശേഷം അമ്മയുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി അഞ്ജലിയും ഗിരിയും വലതുകാൽ വെച്ച് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. വിളക്ക് പൂജാമുറിയിൽ കൊണ്ടുചെന്ന് വെച്ച് പ്രാർത്ഥിച്ച ശേഷം മേസ്ത്രി ആ വിളക്കിൽ നിന്നും ഒരു തിരിയെടുത്ത് അഞ്ജലിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകാൻ പറഞ്ഞു. അടുപ്പിൽ തീ കത്തിച്ചു. പാൽ തിളച്ചു തൂവിയതും അഞ്ജലി സന്തോഷത്തോടെ ഗിരിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട് ഗിരിയും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തതും
അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവർ ആർത്തു ചിരിച്ചു. ഈ ഗിരിയേട്ടൻ! ഇതും പറഞ്ഞ് അവൾ അവന്റെ അടുത്തു നിന്ന് മാറി തിളച്ചു തൂവിയ പാൽപാത്രം എടുത്ത് മാറ്റി ആറാനായി മാറ്റി വെച്ചു. രാത്രിയായതും ആളുകളെല്ലാം പിരിഞ്ഞുപോയി. അവിടെ വീട്ടുകാർ മാത്രമായി. അല്ല അളിയ, അമ്മയും അനിയത്തെയും വിളിച്ചില്ലേ? പാൽ കാച്ചലെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അനിതയുടെ ഭർത്താവ് ചോദിച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് വിളിച്ചതാ, വരില്ലാന്ന് തീർത്തു പറഞ്ഞു. ആദ്യം അത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ കരുതി നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം മതിയെന്ന്. എന്നാലും അളിയൻ ഇത്രയും വലിയൊരു സർപ്രൈസ് തരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്ങനെ ഒപ്പിച്ചു ഇത്രയും നല്ലൊരു വീട്? അതിന്റെ ക്രെഡിറ്റ് എന്റെ ഭാര്യയ്ക്ക് തന്നെയാണ്, ഗിരി അഭിമാനത്തോടെ പറഞ്ഞതും എല്ലാവരും അഞ്ജലിയെ നോക്കി. അവളാണ് ഗിരി പറഞ്ഞത് കേട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു. അതിന് അഞ്ജുവിന് ഇവിടെ വന്നതിന് ശേഷമല്ലേ എല്ലാം മനസ്സിലായത് തന്നെ. രാവിലെ വല്യേട്ടനെ കണ്ടില്ലെന്ന് പറഞ്ഞ് എന്തായിരുന്നു ബഹളം? ആ ഗിരി പറഞ്ഞത് കേട്ട് അനിത പറഞ്ഞു നിർത്തിയതും അനിതയുടെ അടുത്ത് നിന്ന് അഞ്ജലി അവളുടെ കാലിനിട്ടൊരു ഷൗട്ട് കൊടുത്തതും അവൾ വലിയ വായിൽ നിലവിളിച്ചു. ഞാനതിന് ഉള്ളത് മാത്രമല്ലേ പറഞ്ഞോളൂ, എന്റെ കാല്! അവൾ അഞ്ജലിയോടായി പരിഭ്രമിച്ചതും അഞ്ജലി അവളെ ഒന്ന് ചിരിച്ചു കാണിച്ചു. അല്ല, അഞ്ജലി എന്താ പറഞ്ഞേ? അഞ്ജലിയുടെയും അനിതയുടെയും കോപ്രായങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്ത അളിയൻ ചോദിച്ചു. ആ, അത് മറ്റൊന്നുമല്ല, ഗൾഫിൽ പോയ സമയമുള്ള ഫോൺ വിളികളിൽ ഒരു ദിവസം ഇവൾ പറഞ്ഞതാ, വീട്ടുകാർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെ, പക്ഷെ അവരറിയാതെ ചെറിയൊരു സമ്പാദ്യം സ്വന്തമായിട്ട് ഉണ്ടാകുന്നത് നല്ലതാന്ന്. അന്ന് ഞാൻ അത് ചിരിച്ചു തള്ളിയെങ്കിലും അവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചിലരുടെ അനുഭവങ്ങൾ കൂടെ കണ്ടപ്പോൾ ഇവൾ പറഞ്ഞ വഴി നല്ലതാണെന്ന് തോന്നി. അന്നു മുതൽ ചെറിയൊരു സമ്പാദ്യം ഞാൻ സേവ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് എന്തായാലും നല്ലൊരു വീട് തന്നെ വെക്കാൻ പറ്റി. ഗിരി പറഞ്ഞു നിർത്തിയതും സന്തോഷം കൊണ്ട് അഞ്ജലിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഇതിന് മാത്രം കണ്ണീർ? ഇത് എവിടെ ഇരിക്കുന്നു മോളെ? അഞ്ജലി കണ്ണു തുടയ്ക്കുന്നത് കണ്ട് അനിത അവൾ മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും അഞ്ജലി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. ഈ അതെന്തായാലും നന്നായി അളിയ, എല്ലാ പ്രവാസികൾക്കും പറ്റുന്ന കാര്യമാ. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എല്ലാം വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അവസാനം വരുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നും കാണില്ല. അനിതയുടെ ഭർത്താവ് പറഞ്ഞു. ആ, പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ടൗണിലെ 2 കടമുറി കൂടെ ഞാൻ എടുത്തു. ഒരു ബേക്കറിയും ഹോട്ടലും കൂടെ തുടങ്ങാനാണ് പ്ലാൻ. എന്റെ ഒരു ഫ്രണ്ട്, അവൻ എറണാകുളത്തെ ഒരു റിസോർട്ടിലെ ഷെഫാണ്. അവന്റെ അച്ഛനും നല്ലൊരു പാചകക്കാരനാണ്. അവരുടെയും കൂടെ പാർട്ട്ണർഷിപ്പിലാണ് ഹോട്ടൽ. ബേക്കറി എന്റെ മാത്രം. അഞ്ജലിയും അമ്മയും അത്യാവശ്യം ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്നത് കൊണ്ട് ആ കാര്യത്തിനും പുറത്തുനിന്ന് മറ്റുള്ളവരെ ആശ്രയിക്കണ്ടല്ലോ. ഒരു ബാങ്ക് ലോൺ ശരിയാക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. ഇന്ന് ആ ലോൺ പാസ്സായി. 2 ദിവസത്തിനുള്ളിൽ ഫണ്ട് കിട്ടും. അപ്പോൾ അടുത്ത ദിവസം തന്നെ അതിന്റെ പണിയും തുടങ്ങണം. അപ്പോൾ അളിയൻ രണ്ടും കൽപ്പിച്ചാണല്ലേ? ഗിരി പറഞ്ഞു നിർത്തിയതും അഞ്ജലിയുടെ ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞു. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങിയില്ലേ നമ്മുടെ കാര്യമൊന്നും നടക്കില്ലല്ലോ. പിന്നെ ഇതെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് നിങ്ങളോട് പറയാമെന്ന് കരുതി. ഗിരി പറഞ്ഞു നിർത്തിയതും എല്ലാവർക്കും സന്തോഷമായി. നേരെ ഒത്തിരി ആയതുകൊണ്ട് തന്നെ അവർ വീട്ടിനുള്ളിലേക്ക് കയറി. ഗിരി ഫ്രഷായി മുറിയിലേക്ക് വന്നതും അഞ്ജലിയും കുടിക്കാനുള്ള വെള്ളവും ജഗ്ഗിൽ കൊണ്ട് മുറിയിലേക്ക് കയറിയിരുന്നു. അത് കണ്ട് ഗിരി അഞ്ജലിയെ പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തു. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു നിന്നു. അന്ന് നീ പറഞ്ഞ പോലെ സ്വന്തമായൊരു വീട് ഞാൻ ഉണ്ടാക്കി. ഒരു ജോലി കണ്ടുപിടിച്ചില്ലേലും വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴിയും കണ്ടുപിടിച്ചു. ഗിരി ഇത് പറഞ്ഞു നിർത്തിയപ്പോഴും അഞ്ജലിയുടെ കണ്ണുകൾ ഗിരിയുടെ മുഖത്തായിരുന്നു. നമ്മുടെ ആദ്യരാത്രി ഇപ്പോഴും പെൻഡിങ് ആണ്, ഗിരി കുറുമ്പോടെ പറഞ്ഞതും അഞ്ജലിയുടെ മനസ്സിലേക്ക് കല്യാണ ദിവസം പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു. അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തതും സങ്കടം കൊണ്ട് അവളുടെ മുഖം താണു. സോറി ഏട്ടാ, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഏട്ടൻ. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അന്ന് നീ അങ്ങനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു വാശി ഉണ്ടായിരുന്നു. നമ്മുടെ ആദ്യരാത്രി നമ്മുടെ ഈ വീട്ടിൽ വെച്ച് മതിയെന്ന്. ഞാൻ നിന്നെ എന്റെ മാത്രമായി ഇപ്പോട്ടെ. അഞ്ജലിയുടെ ചെവിയിലായി ഗിരി പറഞ്ഞതും അവൾ നാണത്തോടെ അവന്റെ ശരീരത്തോട് ചേർന്ന് നിന്നു. അത് കണ്ട് അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് അഞ്ജലിയുമായി കട്ടിലേക്ക് വീണു. അടുത്ത ദിവസം രാവിലെ അഞ്ജലി ഉറക്കമുണർന്നു നോക്കിയപ്പോൾ അവൾ ഗിരിയുടെ നഗ്നമായ നെഞ്ചിൽ തല വെച്ച് കിടക്കുകയായിരുന്നു. അവളുടെ മനസ്സിലേക്ക് തലേ ദിവസം നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നതും അവളുടെ ചുണ്ടിൽ നാണത്താൽ കലർന്ന ഒരു ചിരി വിരിഞ്ഞു. അവൾ ആ ഓർമ്മയിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ഗിരിയുടെ നെറ്റിലായി ഒരു ഉമ്മ കൊടുത്തു. ശേഷം ബെഡ്ഷീറ്റ് മൂടി അവൾ എണ്ണീക്കാൻ നോക്കിയതും ഗിരി അവളെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഇട്ടു. ഏട്ടാ, സമയം ഒത്തിരിയായി, ഞാൻ ചെല്ലട്ടെ? അവൾ ഗിരിയുടെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു. അത് കേട്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ നേരെ അവന്റെ മുഖം കൊണ്ടുവരുന്നത് കണ്ടതും അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. അത് കണ്ട് അവൻ അവളുടെ 2 കണ്ണിലുമായി ഉമ്മ വെച്ചു. ശേഷം അവളെയും കെട്ടിപ്പിടിച്ച് വീണ്ടും കിടന്ന്. ഏട്ടാ വിട്ടെ, സമയം ഒത്തിരിയായെന്ന്. ആകട്ടെ, അതിനിപ്പോ എന്താ? താഴെ എല്ലാരും അന്വേഷിക്കും. താഴെ ഇപ്പോൾ അമ്മയും പെങ്ങന്മാരും അളിയന്മാരും അല്ലേ ഉള്ളൂ. അവർക്കെല്ലാം മനസ്സിലാവും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് മോൾ ഇവിടെ കിടക്ക്. ഇതും പറഞ്ഞവൻ വീണ്ടും അവളെ തന്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. അവൾ അവന്റെ നെഞ്ചിലേക്ക് അവളുടെ പല്ലുകൾ ആടി. അടി! ഗിരിയുടെ കൈ ഒരു നിമിഷം അയഞ്ഞതും ആ സമയം കൊണ്ട് അവൾ മാറി എടുക്കാനുള്ള ഡ്രസ്സും എടുത്ത്
ബാത്റൂമിലേക്ക് ഓടി. അതുകൊണ്ട് ഒരു ചിരിയോടെ അവൻ കട്ടിലിൽ കിടന്നു. അല്പസമയം കഴിഞ്ഞ് അവൾ കുളിച്ചിറങ്ങുമ്പോഴും അവൻ കട്ടിലിൽ തന്നെ കിടക്കുകയായിരുന്നു. അത് കണ്ട് അവൾ മുടി ഒതുക്കി കെട്ടിക്കണ്ണാടിക്ക് മുന്നിൽ വന്ന് നിന്ന് ഒരു നുള്ളു സിന്ദൂരം എടുത്ത് അവളുടെ നെറ്റിയിൽ ചേർത്തി. ശേഷം ഗിരിയെ ബാത്റൂമിലേക്ക് തള്ളി വിട്ടുകൊണ്ട് അവൾ മുറിയിൽ നിന്നിറങ്ങി താഴേക്ക് പോയി. അഞ്ജലി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ അഞ്ജലിയുടെ അമ്മയും ചേച്ചിയും ഗിരിയുടെ അനിയത്തിയും ഉണ്ടായിരുന്നു. അവർ അഞ്ജലിയെ കണ്ടതും ഒരു ചിരിയോടെ എതിരേറ്റു. എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് അഞ്ജലിയുടെ ചേച്ചിയും ഭർത്താവും കുഞ്ഞും ഗിരിയുടെ പെങ്ങളും പോകാനായി ഗിരിയോടും അഞ്ജലിയോടും യാത്ര പറഞ്ഞു. എടാ ഗിരി, വീടിന് മുന്നിൽ നിന്ന് നീട്ടിയുള്ള വിളിയും ഒരുമിച്ചായിരുന്നു. അത് കേട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയതും അവിടെ അതീവ ദേഷ്യത്തോടെ നിൽക്കുന്ന ഗിരിയുടെ അമ്മയെയാണ് കാണുന്നത്. അമ്മേ, അമ്മ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? കയറി വാ. ഗിരിയുടെ അമ്മയെ മുന്നിൽ കണ്ടതും അഞ്ജലി അതീവ സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് നിന്നു. ഞാൻ നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല. എവിടെ നിന്റെ കെട്ടിയോൻ? ഗിരിയുടെ അമ്മ പെട്ടെന്ന് പറഞ്ഞതും അഞ്ജലിയുടെ മുഖം വിളറി വെളുത്തു. അമ്മയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും കേൾക്കുമെന്ന് അവൾ കരുതിയിരുന്നില്ല. അവൾ ഭയത്തോടെ അമ്മയെ നോക്കി. എന്താ അമ്മേ, എന്തിനാ ഏട്ടത്തെ വഴക്ക് പറയുന്നത്? അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? അവിടേക്ക് വന്ന അനിത ചോദിച്ചു. ഓ, നീയും ഉണ്ടായിരുന്നോ ഇവിടെ? ഞാൻ മാത്രമല്ല, എന്റെ കെട്ടിയോനും ഏട്ടന്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു. അല്ല, അമ്മ ഇങ്ങോട്ടേക്കില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വന്നത്? കുഞ്ഞേട്ടൻ ഇറക്കി വിട്ടോ അവിടുന്ന്? അനിത അമ്മയെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചും ആ നിമിഷം തന്നെ ഗിരിയുടെ അനിയനും ഭാര്യയും കൂടെ അവിടേക്ക് വന്നിരുന്നു. അപ്പോഴേക്കും എല്ലാവരുടെയും പിറകിലായി ഗിരിയും അവിടേക്ക് എത്തി. എന്നാലും ഏട്ടനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഗിരിയെ കാണാൻ അനി പറഞ്ഞു. വലിയേട്ടൻ എന്നാ കാണിക്കുന്ന? ഈ വീട് വെച്ചതോ? ഏട്ടൻ അധ്വാനിച്ചുണ്ടാക്കി സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ലേ ഏട്ടനെ? പിന്നെ നിർത്തടി, നീ എന്തറിഞ്ഞിട്ടാ അങ്ങേരെ അധ്വാനിച്ചുണ്ടാക്കി പോലും? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത അങ്ങേര് ആ വീടുണ്ടാക്കിയത്. എന്നിട്ട് ആ കാശ് പോലും തിരിച്ചടയ്ക്കാതെ മുങ്ങി നടക്കുകയായിരുന്നു ഒരു വലിയേട്ടൻ. ഇപ്പോൾ പലിശ അടക്കം 7 ലക്ഷം രൂപ ഉടനെ അടച്ചില്ലേ വീടും സ്ഥലവും ജപ്തി ചെയ്ത് ലേലത്തിൽ വെക്കുമെന്ന് നോട്ടീസ് വന്നു വീട്ടിൽ. അപ്പോഴാ ഈ കാര്യം ഞങ്ങൾ അറിയുന്നത് തന്നെ. അനി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ഒരു ഞെട്ടലോടെ ഗിരിയെ നോക്കി. എന്നാൽ ഗിരിയുടെ ചുണ്ടിൽ മാത്രം ഒരു ചിരി ഉണ്ടായിരുന്നു, ഒരു വിജയചിരി. അപ്പോൾ അമ്മയല്ലേ പറഞ്ഞേ വീടും സ്ഥലവും കുഞ്ഞേട്ടന്റെയും നാത്തൂന്റെയും പേരിൽ എഴുതി വെച്ചേക്കുവാന്ന്? അപ്പോൾ എങ്ങനെയാ ഏട്ടൻ വീടും സ്ഥലവും പണയം വെക്കുന്നത്? അനി പറഞ്ഞത് കേട്ട് അനിത സംശയത്തോടെ ചോദിച്ചു. അത് ഞാനന്ന് ഇവളെ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഒരു തവണ ഇവൻ പറഞ്ഞിട്ട് വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരം ബാങ്കിൽ കൊണ്ടു ചെന്ന് വെക്കേണ്ടി വന്നു. എന്നാലേ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റുമെന്ന് ഇവനും പിന്നെ ആ ബാങ്കിലെ മാനേജറും പറഞ്ഞു. പക്ഷെ ഇവൻ ഇങ്ങനെ ഒരു പണി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമ്മ ഇത്രയും പറഞ്ഞു നിർത്തി കണ്ണു തുടച്ചതും അനിത ഒരു നിമിഷം അവരെ നോക്കി നിന്നു. പിന്നെ ഗിരിയുടെ അടുത്തേക്ക് ചെന്നു. വലിയേട്ടാ, അമ്മയും കുഞ്ഞേട്ടനും ഒക്കെ ഈ പറയുന്നത് സത്യമാണോ? സത്യമാണ്. ഗിരി അനിതയുടെ മുഖത്ത് നോക്കി യാതൊരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞതും എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടാക്കി. എന്തിനായിരുന്നു? സിമ്പിളായി പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ഗൾഫിലെത്തിയ ശേഷമുള്ള അമ്മയുടെയും ഇവന്റെയും മാറ്റങ്ങൾ ഞാൻ അറിയുന്നുണ്ടായിരുന്നു പലരും വഴി. കൂട്ടത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചിലരുടെയൊക്കെ അനുഭവങ്ങൾ കൂടി കേട്ടപ്പോൾ ഒന്ന് കളിച്ചു നോക്കാമെന്ന് കരുതി. അതിനു മുൻപ് തന്നെ പണയത്തിലിരുന്ന നമ്മുടെ വീടിന്റെ ആധാരം ഞാൻ എടുത്തു കൊടുത്തിരുന്നു അമ്മയുടെ കയ്യിൽ. പിന്നെ പുതിയ വീട് പണിയണമെന്നും പറഞ്ഞ് പുതിയ വീടിന്റെ പ്ലാൻ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ അതിന് ചിലവാകുന്ന എമൗണ്ട് അന്നത്തെ എന്റെ അവസ്ഥയിൽ എന്റെ കയ്യിൽ നിൽക്കില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് മുഖേന ബാങ്കിൽ നിന്നെടുത്ത അതേ ആധാരം മറ്റൊരു കാരണം പറഞ്ഞ് അമ്മയെ കൊണ്ട് അവിടെ തിരിച്ചു വെപ്പിച്ചു. ലോൺ കിട്ടാൻ അമ്മയുടെ സൈൻ മാത്രം മതിയായിരുന്നു. ലോൺ സാങ്ഷൻ ആയപ്പോൾ അത് ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ശേഷം അതിൽ നിന്നാണ് ഓരോ മാസവും വീട് പണിക്ക് വേണ്ടി ഞാൻ കാശ് അയച്ചത്. അതോടൊപ്പം ഞാൻ ബാങ്ക് ലോണിന്റെ മാസ തവണയും ഞാൻ അടച്ചിരുന്നു. 10 ലക്ഷമാണ് അന്ന് ലോൺ എടുത്തത്. അതിൽ എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത് വരെയുള്ള എല്ലാ തവണയും മുടങ്ങാതെ ഞാൻ അടിച്ചിട്ടുണ്ട്. ഏകദേശം 6 ലക്ഷം രൂപയോളം. അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ അമ്മ പറഞ്ഞതുപോലെ വീട് ഇവന്റെ പേരിലായിട്ടില്ല എന്നുള്ള വിവരം എനിക്ക് അറിയാമായിരുന്നു. അന്ന് എന്നെ ഇറക്കി വിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ വീടിന്റെ ആധാരം ഞാൻ തിരിച്ചെടുത്തു തന്നേനെ. എന്നെ ഇറക്കി വിട്ട ശേഷം ആ ലോൺ അടയ്ക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമല്ല, ആ വീട്ടിൽ താമസിക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം പലവട്ടം നിങ്ങളോട് പറയാൻ ഞാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എന്നെ കേൾക്കാൻ നിങ്ങൾ ആരും തയ്യാറായില്ല. അത് എന്റെ തെറ്റല്ലല്ലോ. പിന്നെ അമ്മയും അനിയനും അല്ലേ എന്ന് ഓർത്ത ഒരു കാര്യം ഞാൻ ചെയ്യാം. ഈ ജപ്തി ഒഴിവാക്കാൻ ഇതുവരെ മുടങ്ങിയ ലോൺ അടവ് ഞാൻ അടച്ചേക്കാം എന്റെ ഔദാര്യമായി. ബാക്കി അവിടെ താമസിക്കുന്നവരും ഭാവിയിലെ ആ വീടിന്റെ അവകാശികളും ചേർന്ന് അടച്ചേക്ക്. ഗിരി പറഞ്ഞു നിർത്തിയതും ഒന്നും മിണ്ടാതെ അനിയും ഭാര്യയും ഇറങ്ങിപ്പോയി. അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം, പക്ഷെ ഇവളെ കൂടി അംഗീകരിക്കണമെന്ന് മാത്രം. ഗിരി അമ്മയെ നോക്കി പറഞ്ഞതും
അവർ ഗിരിയെയും അഞ്ജലിയെയും നോക്കി ശാപവാക്കുകൾ പറഞ്ഞ ശേഷം ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇത്രയും വേണ്ടായിരുന്നു ഏട്ടാ. അവരെല്ലാം പോയ ശേഷം അഞ്ജലി ഗിരിയോട് പറഞ്ഞേ, ഏയ് വല്യേട്ടൻ ചെയ്തു തന്നെ ശരി. ഇത്രയും നാളും വല്യേട്ടൻ കൊണ്ടു ചെല്ലുന്നതും കാലും നീട്ടിയിരുന്ന് തിന്നു തീർത്ത് വല്യേട്ടനെ തന്നെ കുറ്റം പറയുമല്ലായിരുന്നോ അമ്മയും കുഞ്ഞേട്ടനും? ഇനി അവർ മേലെ നീങ്ങി പണിയെടുക്കട്ടെ. അഞ്ജലി പറഞ്ഞു നിർത്തിയതും അത് കേട്ട് അനിത ഗിരിയോട് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങി. അവസാനം ആ വീട്ടിൽ ഗിരിയും അഞ്ജലിയും അഞ്ജലിയുടെ അമ്മയും മാത്രമായി. നാളുകൾക്ക് ശേഷം സ്വന്തം ബിസിനസ് നോക്കി അഞ്ജലിയുടെയും അവരുടെ മക്കളുടെ ഒപ്പം ഗിരി സുഖമായി ജീവിക്കുന്നു. അന്നന്നത്തെ അന്നത്തിനും ബാങ്ക് ലോൺ അടയ്ക്കുവാനുമുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ ഗിരിയുടെ അമ്മയും അനിയനും. ശുഭം. ഇനി അവർ ജീവിക്കട്ടെ. എല്ലാവരും ഗിരിയുടെ അമ്മയെയും അനിയനെയും പോലെ ആവുമായിരിക്കില്ല, പക്ഷെ ഇങ്ങനെയുള്ളവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതൊരു ഗിരിയുടെ മാത്രം കഥയല്ല. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അന്യനാട്ടിൽ കിടന്ന് സ്വന്തം വീടിനു വേണ്ടി വണ്ടിക്കാളയെ പോലെ കഷ്ടപ്പെട്ട് അവസാനം ഒന്നുമില്ലാതെ ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന 1000 ഗിരിമാരുടെ കൂടിയാണ്.